നമ്മുടെ അച്ഛന്മാരെയൊക്കെ വിവാഹം കഴിപ്പിക്കണം. ഇവരിങ്ങനെ സന്യസ്തമൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതൊന്നും ശരിയല്ല. കാരണം വചനത്തിൽ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. 1 തിമോത്തിയർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം, മെത്രാൻ ആരോപണങ്ങൾക്ക് അതീതനും ഏക ഭാര്യയുടെ ഭർത്താവും ആയിരിക്കണം, സംയമിയും വിവേകിയും അച്ചടക്കമുള്ളവനും അതിഥി സൽക്കാര പ്രിയനും, അങ്ങനെ താഴോട്ട് പറയുക. അപ്പോൾ ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണം. അതായത് ഒരുവൻ മെത്രാനാകുന്നുണ്ടെങ്കിൽ അവൻ എന്ത് വേണം? തീർച്ചയായിട്ടും അവൻ ഒരു ഭാര്യ അവനുണ്ടായിരിക്കണം എന്നുള്ളത് അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ അച്ഛന്മാർ വിവാഹം കഴിക്കാത്തത്? ഇതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു മർമ്മപ്രധാനമായൊരു ചോദ്യം. അതിൻ്റെ 4-ാം വാക്യത്തിൽ, അവൻ തൻ്റെ കുടുംബത്തെ ശരിയായി നിയന്ത്രിക്കുന്നവനും സന്താനങ്ങളെ അനുസരണത്തിലും വിനയത്തിലും വളർത്തുന്നവനുമായിരിക്കണം. സ്വന്തം കുടുംബത്തെ ഭരിക്കാൻ അറിയാത്തവൻ ദൈവത്തിൻ്റെ സഭയെ എങ്ങനെ ഭരിക്കും? അപ്പോൾ ദൈവത്തിൻ്റെ സഭയെ ഒരുവൻ ഭരിക്കണമെങ്കിൽ അവൻ എന്ത് വേണം? അവൻ സ്വന്തം കുടുംബത്തെ ഭരിക്കണം. അവനൊരു കുടുംബം ഉണ്ടാകണം, ഒരു ഭാര്യ ഉണ്ടാകണം, കുഞ്ഞുങ്ങളുണ്ടാകണം.